ദൈവകൃപയാൽ മഹാകാരുണ്യവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ തിരുവെഴുത്തുകളെ ചിന്തിപ്പാൻ ദൈവവസരം തന്നതിനായിട്ട് ദൈവത്തിന് സ്തുതി. തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് എമ്മോസിൽ പോയ ശിഷ്യന്മാരുടെ സാക്ഷ്യം നമുക്ക് ഓർക്കാം. ദൈവത്തിന് വചനം നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നതാണ്, നമ്മളെ കത്തിക്കുന്നതാണ്, നമുക്ക് പ്രത്യാശ തരുന്നതാണ്, നമുക്ക് ആനന്ദം പകരുന്നതാണ്, നമുക്ക് പാപബോധം തരുന്നതാണ്, നമുക്ക് പ്രത്യാശ തരുന്നതാണ്. എല്ലാം ദൈവത്തിൻ്റെ വചനത്തിലെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ഒത്തവണ്ണം ഭക്തിക്കൊത്തതെല്ലാം ദൈവവചനത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. തക്ക സമയത്ത് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കത് മനസ്സിലാക്കി തരികയും ഗ്രഹിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനുള്ള കൃപയും അത് പ്രാവർത്തികമാക്കുവാനുള്ള ബലവും എല്ലാം ദൈവം നമുക്ക് പകരുകയും ചെയ്യും. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കാം. 76-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഇതും ആസാഫിൻ്റെ തന്നെ ഒരു സങ്കീർത്തനം. ഇതൊരു ജയത്തിൻ്റെ ഗീതമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 74 ഒരു വിശുദ്ധ മന്ദിരമെല്ലാം അശുദ്ധമാക്കിയ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടു. പക്ഷേ ദൈവം അവിടെ എഴുന്നേൽക്കുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവം എഴുന്നേറ്റ് നിൻ്റെ വ്യവഹാരം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുസരിച്ച് അതിന് ഉത്തരം കിട്ടി. 75-ാമത്തെ സങ്കീർത്തനം വരുമ്പോൾ അവിടെ ഒരു സന്തോഷത്തിൻ്റെ, ഒരു ആനന്ദത്തിൻ്റെ ഒരു ഗീതമായിട്ടാണ് കാണുന്നത്. തുടർന്ന് അവിടെ പറയാം, ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ മുറിച്ച് കളയും, നീതിമാന്റെ കൊമ്പുകൾ ഉയർന്നിരിക്കുമെന്ന് ഒരു പ്രത്യാശയുടെയൊക്കെ ഒരു വാഗ്ദത്തമാണ് അതിൻ്റെ അവസാനമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണ്, ദൈവമാണ് നിയന്ത്രിതാവെന്നുള്ളത്. 76-ാമത്തെ സങ്കീർത്തനം ഒരു ജയഗീതമൊക്കെ തന്നെയാണ്, ഒരു സ്തോത്രഗീതമാണ്, ജയത്തിൻ്റെ ആഘോഷമാണ്, ദൈവത്തിൻ്റെ മഹിമയെ പാടിപ്പുഴുത്തുന്ന ഒരു സങ്കീർത്തനം. സെൻഹെരീബിൻ്റെ ഒരു സൈന്യം വന്നതായിട്ട് നമ്മൾ തിരുവനന്തപുരത്തിൽ കാണുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടി. അപ്പോൾ അവിടെ സംഗീത ശുശ്രൂഷ നിർവഹിച്ച യുദ്ധത്തിൽ ജയിച്ചതായ ഒരു ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇത് ഒരു ജയത്തിൻ്റെ ഒരു ഗീതമായിട്ടാണ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു നവവത്സര ആഘോഷ ഗീതമാണെന്നും ഉപയോഗിക്കാറുണ്ടെന്നും അഭിപ്രായമുണ്ട്. ഇതിലൂടെ ഒരു സമാധാനത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ, സമാധാനത്തിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ദൈവം യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കാം യുദ്ധം? അത് സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ദൈവം ചെയ്യുന്നത്. ദുഷ്ടന്മാരെല്ലാം ദുഷ്ടതയ്ക്ക് വേണ്ടിയാണ് യുദ്ധത്തിന് ഒരുമ്പെടുന്നതെങ്കിൽ, അത് തിന്മയ്ക്കുള്ളതാണെങ്കിൽ, ദൈവമെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരു ഓപ്പറേഷൻ എന്തെങ്കിലും നടക്കുന്നു എന്ന് വിചാരിക്കട്ടെ, അതെന്തിനു വേണ്ടിയാണ്? സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഒരു അക്രമി ഒരു വ്യക്തി മുറിവേൽപ്പിക്കുന്നതോ അത് ദുരന്തമാണത്. അത് ദുരുദ്ദേശത്തോടു കൂടിയാണ്, ആ വ്യക്തി വേദനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഒരു വൈദ്യൻ, ഒരു ഡോക്ടർ ചെയ്യുന്നത് അതൊരു പ്രതിശാന്തിയായിട്ടാണ്, ആ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ളതായ മുറിവുകളാണ് ഏൽപ്പിക്കുന്നത്. വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ദൈവം യുദ്ധം ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവയെ നമ്മൾ പറയും. യുദ്ധം ചെയ്യുമ്പോൾ ദൈവം എന്തിനു വേണ്ടിയാണ്? ദൈവം വാസ്തവത്തിൽ ദൈവം സമാധാനത്തിൻ്റെ ദൈവം എന്നാണ് പറയുന്നത്. ഒരു ലേഖനത്തിലൊക്കെ ലേഖനത്തിൽ കാണാം, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ, അല്ലേ? കൃപയും ഓരോ ലേഖനത്തിൻ്റെ അവസാനമൊക്കെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും. അപ്പോൾ നമുക്കിവിടെ ഒരു 3 നോട്ട്സ്, അതായത് മ്യൂസിക് നോട്ട്സ് തീരുന്ന ഇതിൽ 3ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. 76-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ളതിൽ അവിടെ നമുക്ക് കാണാനുണ്ട്, ഗോഡ് ഓഫ് പീസ്, ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവൻ്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു, അവൻ്റെ കൂടാരം ശാലേമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു, അവിടെ വെച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്ത് കളഞ്ഞു. അവിടെ ഒരു മ്യൂസിക് നോട്ടാണ്. ഇവിടെ ദൈവം പ്രസിദ്ധനാണ്, ഇസ്രായേലിൽ വലിയതാണ്, ഇസ്രായേലിൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ, ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനെ എന്നൊക്കെ ദൈവം നമ്മൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനാണ് ദൈവം വെളിപ്പെട്ടത്, ന്യായപ്രമാണവും എല്ലാം ദൈവമാണ് അവർക്ക് കൊടുത്തത്. തിരുവെഴുത്തുകളെ നമുക്ക് ലഭിച്ചത് അവരിൽ കൂടെയാണ് എല്ലാം. അപ്പോൾ അവർ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല,
അവർക്കിപ്പോൾ അല്പം ഭ്രംശം വന്നുവെങ്കിലും അവർ ദൈവം വീണ്ടുകൊള്ളുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുക, ഇസ്രായേലിൽ വലിയതാകുന്നു, അവൻ്റെ കൂടാരം ശാലേമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. കൂടാരം അടിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോടുകൂടെ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയും. ശാലയും എന്ന് പറഞ്ഞാൽ ദൈവം ഇമ്മാനുവേൽ, അതൊക്കെ അതിനകത്ത് അണ്ടർസ്റ്റുഡാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെതാണ് ഇമ്മാനുവേൽ എന്ന് പറയുന്നത്, ദൈവം നമ്മോടുകൂടെ. ശാലയും എന്ന് പറയാൻ സമാധാനത്തിൻ്റെ ദൈവം എന്നർത്ഥം. അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. സിയോൻ എന്ന് പറയുന്നത് വിശുദ്ധ സിയോന, വിശുദ്ധ നഗരമായ സിയോൻ എന്ന് പറഞ്ഞാൽ ഹോളിനെസ്സിനെ കാണിക്കുന്നതാണ്, വിശുദ്ധി. അപ്പോൾ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്, ദൈവം വിശുദ്ധിയുടെ ദൈവമാണ്. അങ്ങനെ നമ്മളിൽ ദൈവം വസിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നതാണ് സമാധാനവും വിശുദ്ധിയുമെല്ലാം. ആ ദൈവം നമുക്ക് ദാനമായി തരുന്നതാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ വെച്ച് അവൻ വെല്ലുന്ന മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്ത് കളഞ്ഞു. അങ്ങനെ ഈ ദൈവിക സമാധാനവും ദൈവിക വിശുദ്ധിയും നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയൊക്കെ നന്മയ്ക്കാക്കി മാറ്റുകയാണ്. എല്ലാം പരിചയും വാളും യുദ്ധവും എല്ലാം തകർത്ത് കളയുക. എതിരായിട്ടുള്ളതാണ്, സമാധാനത്തിൻ്റെ എതിരായിട്ടുള്ളതിനെ എല്ലാം ദൈവം തകർത്ത് കളയുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ജയോത്സവ ഗീതമെന്ന് നമുക്ക് പറയുമ്പോൾ ഇതിവിടെ അതാണ് അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ ദ ഗോഡ് ഓഫ് റൈറ്റിയസ് ജഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. നീതിയുള്ള ഒരു ന്യായാധിപതിയാണ് ദൈവം. അപ്പോൾ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മറുവശം പറയും ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നെന്ന് പറയും. ദൈവം നീതിയുള്ള ന്യായാധിപതി, നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവം. ന്യായവിധിയുണ്ട് എപ്പോഴും, ജഡ്ജ്മെൻ്റ് ഉണ്ട് എപ്പോഴും. ജഡ്ജ് ചെയ്യുന്ന ഒരു ദൈവമാണ്, ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. ഇവിടെ തന്നെ ന്യായവിധിയുണ്ട്, വരാനിരിക്കുന്ന വലിയൊരു ന്യായവിധിയുണ്ട്. എന്നാൽ ഇവിടെയും ദൈവം ന്യായം വിധിക്കുന്നുണ്ട്. ചില ദുഷ്ടതയ്ക്ക് ദൈവം അവസരം കൊടുക്കുന്നു. ഓരോ വ്യക്തിക്കും ദൈവം അവസരം കൊടുക്കുന്നുണ്ട്, അവന് രൂപാന്തരപ്പെടുവാനും അവന് ദൈവത്തെ അറിയുവാനും ഒക്കെ തെറ്റിദ്ധരിച്ചാൽ ദൈവം അവസരം കൊടുക്കുകയാണ്. ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. ദൈവം കാത്തിരിക്കുന്നു. അവൻ മനം തിരിയുന്നില്ലെങ്കിൽ അവൻ നിന്റെ വാളിന് മൂർച്ച കൂട്ടുമെന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ഇത് മറ്റുള്ളവർക്ക് ദോഷകരമായി തീരുമ്പോൾ അവിടെ ദൈവം ന്യായാധിപതിയായിട്ട് എഴുന്നേൽക്കുകയാണ്. തിരുവഴുത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആദിമസഭയിൽ കറപ്റ്റാക്കാനാണ് അനന്യാസും സഫീറായും വരുന്നത്. എന്നാൽ അവർക്ക് നാശമായിട്ട് വരികയാണ്. അവർ വസ്തുവകളെല്ലാം വിറ്റ് ഒരു പോർഷൻ മറച്ചു വെച്ചു. എന്നിട്ട് പത്രോസിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്തു എന്ന് ധ്വനിപ്പിക്കത്തക്കവണ്ണം തെറ്റായ ഒരു മനോഭാവത്തിൽ അവർ നിൽക്കുകയാണ്. ദൈവത്തിന് പോലെ ഒരു വ്യാജം കാണിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു ശുദ്ധഹൃദയം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെന്താണോ ആ അവസ്ഥയിൽ തന്നെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. ഏച്ചുകെട്ടൊന്നും പാടില്ല എന്ന് പറയും. ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിഫിക്കേഷനൊന്നും വേണ്ടെന്ന് പറയും. എന്നാ ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ വേണ്ട. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില പറയും എങ്ങനെ പ്രാർത്ഥിക്കണം, നല്ല വാക്കുകൾ, വാചക കസർത്ത്, ചിലരൊക്കെ പ്രാർത്ഥന കേട്ട ഗ്രാമാറ്റിക്കൽ ഇതൊക്കെ ഇല്ല. നമുക്കറിയാവുന്ന ഭാഷയിൽ നമുക്ക് ദൈവത്തോട് സംഭാഷിക്കുക എന്നുള്ളതാണ്. സംഭാഷിക്കുകയും സംവാദിക്കുകയും ചെയ്യുന്ന അതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുന്നത് അല്ലേ. ദൈവത്തിനത് അറിയാം നമ്മുടെ ഉള്ളങ്ങളെ. അപ്പോൾ ഉള്ളങ്ങളെ അറിയാവുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടതെന്ന് പറയുകയാണ്. ഇവിടെ പറയുന്നത് ശാശ്വത പർവ്വതങ്ങളെക്കാൾ തേജസ്സും മഹിമയും നീ തേജസ്സും മഹിമയുള്ളവനാകുന്നു. ധൈര്യശാലികളെ കൊള്ളയിട്ട് അവൻ എതിർഭാവിച്ചു. പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി. യാക്കോബിൻ്റെ ദൈവമേ, നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഠനെതിരയിൽ വീണു. നീ ഭയങ്കരനാകുന്നു. നീ ഒന്ന് കോപിച്ചാൽ തിരുമ്പാകെ നിൽക്കാകുന്നവനാര്? സ്വർഗത്തുനിന്ന് നീ വിധി കൽപ്പിച്ചു. ഭൂമിയിലെ സാധുക്കളൊക്കെയും രക്ഷിക്കുവാൻ ദൈവം ന്യായസ്ഥാനത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. ഇവിടെ ദൈവം ശാശ്വത പർവ്വതങ്ങളെക്കാൾ തേജസ് മഹിമയുള്ളവനാകുന്നു. ദൈവത്തിൻ്റെ മഹത്വം അവിടെ കാണുന്നത്. ധൈര്യശാലികളെ കൊള്ളയിട്ട് ഒന്നിർഭാവിച്ചു. ഭൂമി ധൈര്യശാലികൾ എന്നൊക്കെ പറഞ്ഞവരെല്ലാം അവസാനം ഒടുവിൽ തോറ്റു പോകുമെന്നാണ് കാണുന്നത്. അലക്സാണ്ടർ ഗ്രേറ്റ് എല്ലാം നോക്കുക, എല്ലാവരുടെ ഒടുവിൽ അവരെല്ലാം പരാജയത്തിൻ്റെ അല്ലെങ്കിൽ മരണത്തിൻ്റെ ഒക്കെ കീഴടങ്ങുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ. ധൈര്യശാലികളെ കൊള്ളയിട്ട് നിർവാഹിച്ചു. പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തല്ലാതെ പോയി. ഈ ഹെൻറി നാലാമൻ ചക്രവർത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം വിജയശ്രീലാനന്ദനായിരുന്നു ഹെൻറി നാലാമൻ എന്ന് പറയുന്നത്. 250 യുദ്ധങ്ങൾ വിജയിച്ച ആൾ താൻ മരിക്കുന്നതിന് മഹാദാരിദ്ര്യത്തിലകപ്പെടുകയും സ്പയറിലെ പള്ളിയെന്നിൻ്റെ വാർദ്ധക്യകാല സന്ധാരണത്തിനായി വേതന ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്യുന്നതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഓരോരുത്തരെയും ജർമ്മൻ കിരാതവർഗത്തിൻ്റെ വാൻഡൽസിൻ്റെ പ്രശസ്തനായ രാജാവായിരുന്ന ഗില്ലിമർ, അദ്ദേഹവും അതുപോലെ തന്നെയാണ്. അവസാനം വന്നപ്പോഴത്തേക്കും ഒരു കഷ്ണം അപ്പത്തിനു വേണ്ടി വാഞ്ചിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് കാണുന്നത്. അതാണ് ഈ
പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കില്ലാതെ യാക്കോബിൻ്റെ ദൈവമേ നിന്റെ ശാസന തേരും കുതിരയും കാടുന്നതിരയിൽ വീണു. ഇവിടെ നമ്മളിത് കാണുമ്പോൾ ഈ ഫറവോൻ്റെ സൈന്യത്തെ ദൈവം ചെങ്കടലിൽ മുക്കിക്കളഞ്ഞത് അതാണ് ഓർക്കുന്നത്. എത്ര മനോഹരമാണ്! ചെങ്കടലിൽ മുക്കിക്കളഞ്ഞ ദൈവം, അതായത് അവർക്ക് ന്യായം വിധിച്ചു. ദൈവം വരെ ന്യായം വിധിക്കുകയാണ്. കാരണം ഇസ്രായേൽ ജനത്തെ അവരതുപോലെ അടിമപ്പെടുത്തി അവരെ ദ്രോഹിച്ചു. അവരുടെ അധ്വാനങ്ങളെല്ലാം അവരുടെ ജീവിത സന്ധാരണത്തിനൊന്നും നൽകാതെ തന്നെ അവരെ കഠിന വേലകളാൽ അവരെ വിഷമിപ്പിക്കുക എന്നാണ്. എന്നിട്ട് അവരെ വിടുവിക്കാൻ മനസ്സില്ലാതെ വിട്ടും അവരുടെ പിന്നാലെ വരികയാണ്. അവിടെ നമ്മൾ കാണുകയാണ് ദൈവത്തിൻ്റെ ന്യായവിധി. തേരും കുതിരയും കാടുന്നതിരയിൽ വീണുന്നു. നീ ഭയങ്കരനാകും, നീ ഒന്ന് കോപിച്ച തുരുമ്പാതെ നിൽക്കാവുന്നവനാര്? സ്വർഗ്ഗത്തിന് വിധി കേൾപ്പിച്ചു ഭൂമിയിലെ സാധുക്കളൊക്കെയും രക്ഷിക്കുവാൻ ദൈവം ന്യായസ്ഥാനത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട അമർന്നു. ദൈവം അങ്ങനെയാണെങ്കിൽ ദൈവം പറയും, ഇവിടെ തന്നെ പറയുന്നത് ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിക്കുവാൻ. കണ്ടോ, എളിമപ്പെടുന്നവരെ ദൈവം രക്ഷിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഇന്ന സ്റ്റേഡിയത്തിൽ കയറി ഇത്ര സമയം നിൽക്കും, ദൈവം എന്നെ അടിച്ച് താഴത്തിടുവാണെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാമെന്ന്. എന്നിട്ട് അവൻ വിശ്വസിച്ചിട്ട് തന്നെ അവനെ ദൈവം അടിച്ച് അവിടെ നിന്ന് താഴത്തിടണം. അവനൊരു സ്റ്റേഡിയത്തിൽ കയറി നിൽക്കുന്നു ഇത്ര സമയത്ത്. എന്ത് ഫോളിഷ്നെസ്സാണ്! ദൈവത്തെ മനസ്സിലാക്കാൻ എത്ര നിസ്സാരമാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, അവൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തും. നമുക്കത് മനസ്സിലാകും. വി ക്യാൻ എക്സ്പീരിയൻസ്, നമുക്കത് അനുഭവിക്കാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല അല്ലേ? ഒരു സൂര്യപ്രകാശത്തിൻ്റെ ചൂട് നമ്മൾ തണുത്തിരിക്കുമ്പോൾ, സൂര്യപ്രകാശം സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്ക് ചൂട് മനസ്സിലാകുകയല്ലേ? എല്ലാം നമുക്ക് അനുഭവിക്കുകയല്ലേ? അപ്പോൾ അനുഭവവേദ്യമായി തീരുന്നതാണ് ദൈവികത എന്ന് പറയുന്നത്. അതിലൂടെ ദൈവ ന്യായസ്ഥാനത്തിന് നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. ഒരുത്തർക്കും ദൈവത്തിന് മുമ്പാകെ വാദിക്കാൻ പറ്റിയില്ല. കാരണം ദൈവം നീതിയോടെയാണ് ന്യായം വിസ്തരിക്കുന്നത്. ഈ ലോകത്തിലെ മനുഷ്യരെ പോലെയല്ല. 10 മുതൽ 12 വാക്യങ്ങൾ. മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം, ക്രോധശിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടിക്കൊള്ളും. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവാൻ അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ. അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും, ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു. ഇവിടെ മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും, ക്രോധശിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടിക്കളയും. അതായത് തിന്മയായിട്ടുള്ളത് സംഭവിക്കുമ്പോൾ ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നെന്നാണ് പറയുന്നത്. ഒരു ഇരുട്ടിൽ കൂടെ നടന്നു പോയവർക്ക് അവർക്ക് നേരെ എറിഞ്ഞതായ ബോംബ് അതവർക്ക് വെളിച്ചം കാണിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ശത്രു തിന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പോലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി മാറ്റാൻ പറ്റും. അതാണ് നീതിയുള്ള ദൈവം എന്ന് പറയുന്നത്. കിങ് ഓഫ് കിങ്സ്, രാജാതിരാജാവാണ് അവൻ. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യും. ദൈവത്തോട് പറയുന്നത് നമ്മൾ നിവർത്തിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറയാം. അവൻ്റെ ചുറ്റുമുള്ളവന് എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ. പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും, ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു. അപ്പോൾ ഏറ്റവും നമ്മൾ ചിന്തിക്കണം, എല്ലാറ്റിനും സർവാധികാരം സർവശക്തനായ ദൈവത്തിനാണ്. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുകയും ദൈവത്തിൻ്റെ സർവശക്തിയിൽ നമ്മൾ ആശ്രയിക്കുകയാണ്. ദൈവം ആരെയും രക്ഷിക്കുന്നത്? സാധുക്കളൊക്കെയും ദൈവം രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എളിമപ്പെടുന്നവരെ. അതാണ് ദൈവത്തിന് ഇഷ്ടം. ആ എളിമയായിരിക്കട്ടെ നമ്മുടെ ബലം, ദൈവമായിരിക്കട്ടെ നമ്മുടെ ബലം. നമ്മുടെ സ്വന്തം ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അങ്ങനെ ദൈവത്തിന് ഇത് നമുക്ക് കാണാനായിട്ട് വരും. എന്നും ദുഃഖവെള്ളിയല്ല, ദുഃഖശനിയല്ല, ഒരു സന്തോഷത്തിൻ്റെ ഞായറുണ്ടെന്ന് പറയും, ജയത്തിൻ്റെ ഞായറെന്ന് പറയും. ശരിക്ക് വെള്ളിയാഴ്ച തന്നെ ജയോത്സവം കൊണ്ടാടിയെന്ന് പറയുന്നത്. കുരിശൊരു ജയോത്സവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുമ്പോൾ പരാജയമല്ല, ദൈവം കൂടെയുള്ളപ്പോൾ എല്ലാം ജയമായിട്ട് മാറും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന തിരുവെഴുത്തിൻ പ്രകാരം ഞങ്ങൾക്ക് സംഭവിക്കുന്നതൊക്കെ ഈ നന്മയ്ക്കാക്കി തീർക്കുന്ന അത്യുന്നതനായ ദൈവമേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇവിടുത്തെ കൃപയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പാ. എളിയവർക്ക് തൻ്റെ കൃപ പകരുന്ന ദൈവമേ, ഞങ്ങൾക്ക് വെളിപ്പെടുവാൻ കൃപ തരണമേ. ഒന്നിലും അഹങ്കരിക്കാതെ, ഒന്നിലും കർത്താവേ, ഞങ്ങൾ നിന്നിൽ മാത്രം ആശ്രയിക്കട്ടെ. എല്ലാം തിരുനാമത്തിന് തീരണമേ. ആമേൻ. ആശ്വാസ